നമസ്കാരം, പ്രവാസി മലയാളിയിലേക്ക് സ്വാഗതം. കൊറോണ വ്യാപനത്തിന്റെ പശ്ചാത്തലത്തിൽ വിലക്ക് കൽപ്പിച്ചതിനെ തുടർന്ന് ബഹ്റൈനിൽ കുടുങ്ങിയ സൗദി യാത്രക്കാരെ ലക്ഷ്യത്തിലെത്തിക്കാൻ കൂടുതൽ ചാർട്ടേഡ് വിമാനങ്ങൾ വരും ദിവസങ്ങളിൽ സർവീസ് നടത്തുമെന്ന് റിപ്പോർട്ട്. മലയാളികൾ ഉൾപ്പെടെ 1000-ഓളം ഇന്ത്യക്കാരായ പ്രവാസികളാണ് ബഹ്റൈനിൽ കുടുങ്ങിയത്. ഇതുകൂടാതെ പാകിസ്ഥാൻ ഉൾപ്പെടെ മറ്റു രാജ്യങ്ങളിൽ നിന്നുള്ള നിരവധി പേരും കുടുങ്ങിയവരിൽ ഉൾപ്പെടുന്നു. കിങ് ഫഹദ് കോസെ വഴി സൗദിയിൽ പ്രവേശിക്കണമെങ്കിൽ തന്നെ കോവിഡ് വാക്സിനേഷൻ സർട്ടിഫിക്കറ്റ് നിർബന്ധമാക്കിയതാണ് യാത്രക്കാർക്കേറെ തിരിച്ചടിയായി മാറിയത്. ബഹ്റൈനിൽ 14 ദിവസത്തെ ക്വാറന്റൈന് ശേഷം സൗദിയിലേക്ക് പോകാനെത്തിയവരിൽ ഭൂരിഭാഗവും വാക്സിൻ എടുക്കാത്തവരാണ്. ഇതേ തുടർന്ന് മെയ് 20 മുതൽ ഇവരുടെ യാത്ര മുടങ്ങിയിരുന്നു. ഫ്ലൈ സഫ്രോൺ ട്രാവൽ ഏജൻസി മുഖേന 2 ചാർട്ടേഡ് വിമാനങ്ങൾ സൗദിയിലേക്ക് സർവീസ് നടത്തി. 330 പേരാണ് ഈ വിമാനങ്ങളിൽ സൗദിയിൽ എത്തിച്ചേർന്നത്. സൗദി എയർലൈൻസിന്റെ ഏതാനും ഷെഡ്യൂൾ സർവീസുകളിലും യാത്രക്കാർ സൗദിയിൽ എത്തിയിരുന്നു. ഇതിന് പിന്നാലെ 600-ഓളം പേർ സൗദിയിൽ എത്തിയതായാണ് ട്രാവൽ ഏജൻസികളുടെ കണക്ക് വ്യക്തമാക്കുന്നത്. ഫ്ലൈ സഫ്രോൺ തിങ്കളാഴ്ചയും ജൂൺ 1, 2, 5 തീയതികളിലും ചാർട്ടേഡ് സർവീസ് നടത്തുന്നുണ്ടെന്ന് മാനേജ്മെന്റ് പ്രതിനിധികളായ ഷമീർ ഹംസ, VP അഫ്സൽ, സന സത്താർ എന്നിവർ സൂചിപ്പിച്ചു. ബഹ്റൈൻ KMCCയുമായി സഹകരിച്ചാണ് ഇന്നത്തെ സർവീസ് നടത്തുന്നത്. റിയാദിലേക്ക് 435 ദിനാറും ജിദ്ദയിലേക്ക് 460 ദിനാറുമാണ് യാത്രക്കാരിൽ നിന്ന് ടിക്കറ്റ് നിരക്ക് ഈടാക്കുന്നത്. സൗദിയിലെ ഒരാഴ്ചത്തെ ഹോട്ടൽ താമസം, ഭക്ഷണം എന്നിവ ഉൾപ്പെടെയാണ് ഈ തുക. അതോടൊപ്പം തന്നെ ബഹ്റൈനിൽ കുടുങ്ങി പ്രയാസപ്പെടുന്ന യാത്രക്കാരെ മിതമായ നിരക്കിൽ സൗദിയിൽ എത്തിക്കുകയാണ് ലക്ഷ്യമെന്ന് ഷമീർ ഹംസ പറയുന്നു. കോസോ വഴി യാത്രയ്ക്ക് പെട്ടെന്നുണ്ടായ തടസ്സം യാത്രക്കാർക്കുണ്ടാക്കിയ മാനസിക സാമ്പത്തിക പ്രയാസങ്ങൾ വളരെയധികം വലുതാണ്. സൗദിയിലേക്ക് പോകാൻ എത്തിയവരിൽ 95% പേരും വളരെ സാധാരണക്കാരാണ് എന്നാണ് അധികൃതർ പറയുന്നത്. കൂടുതൽ ദിവസം ബഹ്റൈനിൽ തങ്ങാനുള്ള ചിലവ് പോലും വഹിക്കാൻ കഴിയുന്നവരല്ല ഇവരിൽ പലരുമെന്നും അദ്ദേഹം വ്യക്തമാക്കി. ഫ്ലൈ സഫ്രോൺ മുഖേന കേരളത്തിൽ നിന്ന് എത്തിയവരിൽ 200-ഓളം പേരും ബഹ്റൈനിൽ കുടുങ്ങിയവരിൽ ഉൾപ്പെടുന്നു. ഇവർക്ക് 14 ദിവസത്തെ കാലാവധിക്ക് ശേഷം താമസവും ഭക്ഷണവും ഉറപ്പുവരുത്തിയിട്ടുണ്ടെന്ന് ഷമീർ ഹംസ പറയുകയുണ്ടായി. കയ്യിൽ പണമില്ലാത്തതിനാൽ തന്നെ അധിക താമസത്തിനുള്ള ചിലവ് സൗദിയിൽ എത്തിയ ശേഷം തരാമെന്നും നാട്ടിൽ നിന്ന് അയച്ചു തരാമെന്നും പറഞ്ഞവരും ഇക്കൂട്ടത്തിൽ ഉൾപ്പെടുന്നു. ഇതെല്ലാം അംഗീകരിച്ചാണ് ഇവർക്ക് താമസം ഒരുക്കിയത്. ഇതിനിടെ കോവിഡ് പോസിറ്റീവ് സ്ഥിരീകരിച്ച ഒരു യാത്രക്കാരന് പ്രത്യേക ക്വാറന്റൈൻ സൗകര്യം ഒരുക്കിയതായും അദ്ദേഹം പറഞ്ഞു.